എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബഷീർ, ഒറ്റപ്പാലം. നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്ക് അനങ്ങനടി പഞ്ചായത്തിലാണ് കേട്ടോ. ഇതാണ്ടോ, ഈ വീടാണ് നമുക്ക് കൊടുക്കാനുള്ളത്. റോഡ് സൗകര്യമൊക്കെ ഉണ്ട്, എല്ലാവിധ വാഹനങ്ങളും വരും. ടാർ റോഡ് ഫ്രണ്ടേജാണ്. അതായത് ഒറ്റപ്പാലം ടൗണിൽ നിന്ന് ചെർപ്പശ്ശേരിക്ക് പോകുന്ന ഭാഗത്ത് കോതകുറിശി എന്ന് പറഞ്ഞ ഭാഗമാണ്. കോതകുറിശി സെൻറ്ററിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഈ വീട്ടിലേക്ക്. ഈ വീട്ടിൽ നിന്ന് 600 മീറ്റർ മാറിയിട്ട് ബസ് റൂട്ടും ഉണ്ട് കേട്ടോ. 11.5 സെൻറ്റ് സ്ഥലവും 1050 സ്ക്വയർ ഫീറ്റ് വീടും. 3 ബെഡ്റൂമാണ്. 2 ബെഡ്റൂം അറ്റാച്ച്ഡും 1 കോമൺ ബാത്റൂമും. അതുപോലെ വെള്ള സൗകര്യത്തിന് നല്ല പറ്റാത്തൊരു കിണറുണ്ട് കേട്ടോ. നല്ല നാടൻ കിണറാണ്. നല്ല കിണറാണ്. വെള്ളം നല്ല ശുദ്ധിയുള്ള വെള്ളമാണ്. ഇത് അടുക്കളയുടെ പുറകുവശമാണ്. ഇവിടെയൊക്കെ ഷീറ്റൊക്കെ ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. വാഷ് ചെയ്യാനുള്ള കല്ലൊക്കെ ഈ ഭാഗത്താണ്. നല്ല വൃത്തിയുള്ള വീടാട്ടോ. നമ്മൾ വളപ്പൊന്ന് സ്പീഡായിട്ട് കാണിക്കണം കേട്ടോ. ഇത് സ്ഥലത്തിൻ്റെ പടിഞ്ഞാറ് വശമാണ് കേട്ടോ. അത്യാവശ്യം ഒരു മരങ്ങൾ, മാവ് ഇതൊക്കെ ഉണ്ട്. ഇനി വീടിൻ്റെ കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ വീട് വടക്കോട്ട് ഫേസ് ചെയ്തിട്ടാണ് വീട് നിൽക്കുന്നത്. ഗേറ്റ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുന്നത് കിഴക്കോട്ടും. അങ്ങനെയാണ്. ആദ്യം തന്നെ നല്ല നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ട്. വീടിൻ്റെ മുൻഭാഗം കംപ്ലീറ്റ് ഷീറ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. സിറ്റ് ഔട്ടിലൊക്കെ അത്യാവശ്യം നല്ല വലിപ്പമുണ്ട്. ഇരിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. മരമൊക്കെ കണ്ടില്ലേ, വാതിലിൻ്റെ മരമൊക്കെ ഫുള്ള് തേക്കാണ് കേട്ടോ. ഓപ്പൺ സിറ്റ് ഔട്ടിൽ നിന്ന് മെയിൻ ഡോറ് തുറന്ന് നമ്മൾ ഉള്ളിലേക്ക് വന്നാൽ നല്ല വലിയൊരു ലിവിങ് ഏരിയ, സോഫ സെറ്റി, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ ഒക്കെ അവിടെ നിന്ന് മുകളിലേക്കുള്ള സ്റ്റെയർ കേസ്. നല്ല വൃത്തിയുള്ള വീടാട്ടോ. വീട് ഒരു 8 വർഷം മാത്രമേ പഴക്കമുള്ളൂ കേട്ടോ. ഇതാണ് ഇവിടെ ഡൈനിങ് ഏരിയ, വാഷ് ബേസിന്, കണ്ണാടിയൊക്കെ അവിടെയാണ്. അതുപോലെ ഫുള്ള് വെട്ടുകല്ലാണ് ഇതിൻ്റെ ചുമരൊക്കെ കേട്ടോ. പടവൊക്കെ ഫുള്ള് വെട്ടുകല്ലാണ്. എല്ലാ വിഭാഗം ആളുകളും മിക്സ് ചെയ്ത് താമസിക്കുന്ന ഏരിയയാണ് കേട്ടോ. ഇവിടെ ഒരു പൂജാമുറി ഉണ്ട്. നമ്മുടെ ചാനലൊന്ന് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. കൂടാതെ ഈ വീടിൻ്റെ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ തൊട്ടാണ് ആദ്യത്തെ ബെഡ്റൂം കേട്ടോ. ഇതാണ് ഇതിലെ ഒരു ബെഡ്റൂം. ബെഡ്റൂമൊക്കെ വലിപ്പമുള്ള ബെഡ്റൂമുകൾ തന്നെയാണ്. വൃത്തിയുണ്ട്. വീട് അധികം പരിക്കൊന്നും പറ്റാത്ത നല്ല വീടാട്ടോ. പിന്നെ ഈ ബെഡ്റൂം ബാത്റൂം ഇല്ലാത്ത ബെഡ്റൂമാണ്. നല്ല ചുമരുമേൽ ഡ്രസ്സിൻ്റെ അലമാരയൊക്കെ ചുമരിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ വീണ്ടും ലിവിങ് ഏരിയയിലെത്തി. അതിൻ്റെ തന്നെ തൊട്ടാണ് ഇവിടെ ഇതാണല്ലേ ഒരു ആർച്ച്. അവിടുന്ന് ലെഫ്റ്റ് ഒരു ബെഡ്റൂം, റൈറ്റ് ഒരു ബെഡ്റൂം. ലെഫ്റ്റിലുള്ള ബെഡ്റൂമാണിത്. നമ്മൾ ആദ്യം കണ്ട ബെഡ്റൂമിൻ്റെ അതേ വലിപ്പം തന്നെയാണ്. ഇത് പിന്നെ അറ്റാച്ച്ഡ് ആണ് കേട്ടോ. ചുമരിലൊക്കെ ഒന്ന് വൈറ്റ് വാഷ് ചെയ്താൽ ഉഷാറായി. ഒരു വൈറ്റ് വാഷിൻ്റെ കുറവ് തന്നെ ഉള്ളൂ വീട്. ഇതാണ് ഇതിലെ ബാത്റൂം. ബാത്റൂമൊക്കെ അത്യാവശ്യം വലിപ്പമുണ്ട്. സൗകര്യങ്ങളൊക്കെ എല്ലാം ഉണ്ട് കേട്ടോ. ഈ ബെഡ്റൂമിലും ചുമരിൽ ഇതുപോലെ ഡ്രസ്സിൻ്റെ അലമാരൊക്കെ ഫാബ്രിക്കേഷൻ വർക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ബെഡ്റൂമിൻ്റെ വലതുവശത്തായിട്ട് തന്നെ വീണ്ടും 3ാമത്തെ ബെഡ്റൂമാണിത്. ഇതും അതുപോലെ തന്നെ ചുമരിൽ കണ്ട ഫാബ്രിക്കേഷൻ വർക്കിൽ ഡ്രസ്സൊക്കെ അൽമാറ ചെയ്തിട്ടുണ്ട്. ഇതും അറ്റാച്ച്ഡ് തന്നെയാണ് കേട്ടോ. മൊത്തം 3 ബെഡ്റൂമിൽ 2 ബെഡ്റൂം അറ്റാച്ച്ഡും 1 ബെഡ്റൂം കോമൺ ആയിട്ടുള്ളതുമാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടോ സ്ഥലമൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ സെയിൽ ചെയ്യാവുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഓരോ ഏരിയയിലും വീടുകൾ അന്വേഷിച്ചിട്ട് ഒരുപാട് കസ്റ്റമർ നമുക്ക് വിളിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഏരിയയിലെ വീടുകൾ പരിചയപ്പെടുത്തി കൊടുത്താൽ പെട്ടെന്ന് തന്നെ സെയിലാവാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ അവിടുന്ന് വീണ്ടും അടുക്കളയിലേക്ക് എത്തി. അടുക്കളയും കണ്ടില്ല, എല്ലാ സൗകര്യങ്ങളുള്ള അടുക്കള. കബോർഡ് വർക്കുകളും ഷെൽഫുകളും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അടിയിലെ ഫാബ്രിക്കേഷൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ടൈൽസ് ഒരു വേറൊരു മോഡലാണ്. അവിടുന്ന് അതിന് തൊട്ടപ്പുറത്തൊരു വർക്ക് ഏരിയ. അവിടെ ഓപ്പൺ ഗ്രില്ലൊക്കെ ഇട്ടിട്ട് വായു സഞ്ചാരത്തിന് വേണ്ടി ഓപ്പൺ ഗ്രില്ലൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വിറകടുപ്പ് ഇവിടെയാണ്. ഈ ഭാഗത്തും സിങ്ക് അങ്ങനെയുള്ളതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ പുറത്തേക്കുള്ള ഓപ്പൺ ഗ്രില്ല്. ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു ബാത്റൂമുള്ളൂ. ഈ ബാത്റൂം പിന്നെ നമ്മുടെ ഇന്ത്യൻ ക്ലോസറ്റ് വെച്ചിട്ടുള്ള അതേമാതിരി നല്ല വലുപ്പമുള്ള ബാത്റൂം തന്നെയാണ് കേട്ടോ. അവിടുന്ന് ഇരുമ്പിൻ്റെ ഡോറ് ഗ്രില്ലിൻ്റെ പുറത്തേക്കുള്ള ഇറങ്ങാനുള്ള വഴി. 11.5 സെൻറ്റ് സ്ഥലം, 1050 സ്ക്വയർ ഫീറ്റ്, 3 ബെഡ്റൂമുള്ള ഈ വീടിന് ഇതിൻ്റെ ഓണർ വില പറയുന്നത് 35 ലക്ഷം രൂപയാണ്. എങ്കിലും ചെറിയ രീതിയിലൊക്കെ നമുക്ക് നെഗോഷ്യബിളാണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിച്ചോളൂ.
ഇതിൻ്റെ സ്റ്റെയർ കേസിൻ്റെ സൈഡ് കൈവരിയൊക്കെ കണ്ടില്ലേ, നല്ല ഫുള്ള് സ്റ്റീലിൻ്റെ വർക്കാട്ടോ. മുകളിലേക്ക് ഇനി റൂമൊക്കെ എടുക്കേണ്ടവർക്ക് എടുക്കുകയും ചെയ്യാം. ഓപ്പൺ ടെറസിലേക്കുള്ള സ്റ്റെയർ കേസ് ഉള്ളിലാവുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം കൂടി ഉണ്ട്. അതുപോലെ എല്ലാവിധ സൗകര്യങ്ങളും ചുറ്റുഭാഗമുള്ള ഒരു നല്ലൊരു ഏരിയയാണ് കേട്ടോ അത്. ഇത് കണ്ടില്ലേ, ഫ്രണ്ടിലേക്കുള്ള റോട്ടിലേക്കുള്ള കാഴ്ചയാണിത്. ആവശ്യമുള്ളവർ ഇതിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.